ക്യാമറ നോക്കി ചിരിക്കുന്ന അതോ അങ്ങനത്തെ ചിരിയാണ്? ഇങ്ങനെയെങ്കിലും ചിരിച്ചിട്ട് പോടെ. ലില്ലി ഞങ്ങളുടെയൊക്കെ മകൾ. നമ്മള് റാൻഡം കാൻഡിഡ് ആണ്. ആ ക്യാമറ നോക്കല്ലേ, കാൻഡിഡ് ആണ്. ആ അല്ല പറഞ്ഞത് കാൻഡിഡ് ആണ്. ഓക്കെ റെഡി പറയണം. കാൻഡിഡ് അപ്പൊ എടുത്താ അവന് പണിയറിയാ. ഓ യാ നമ്മക്കാണ് അറിയില്ല. ഓക്കെ ഓക്കെ വേണ്ട. ഞാൻ പറയാം. ഇപ്പൊ ആദ്യം വന്നൊരു ഇതിനകത്ത് ടോവിനോ ഒരു വില്ലൻ എന്നുള്ള പോലത്തെ ഒരു ചായയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസീഷ്യൻ എന്നുള്ളൊരു സെറ്റപ്പിലും നിൽക്കുന്നുണ്ട്. ശരിക്കും എന്താണ് പോസ്റ്റർ കണ്ടിട്ട് ടൊവിനോന്റെ റിയാക്ഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു കലിപ്പിൽ നിൽക്കണ പോലെയൊക്കെ ഉണ്ട്. നല്ലൊരു മനുഷ്യനാണ്, ഗായകനാണ് ബേസിക്കലി. സാംബോയ് വളരെ നല്ലൊരു മനുഷ്യനാണ്. അതിലും നല്ല മനുഷ്യൻ. അപ്പൊ വിനീതേട്ടൻ ചെയ്യണം മറ്റേ #സ്റ്റാർ ജയിൽ പുള്ളി എങ്ങനെയാണോ അതിലിരിക്കുന്ന അത് കണ്ടിട്ട് ജയിൽ പുള്ളിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല അതിലല്ല, ഞാൻ ടീസറിന് വന്നിട്ടില്ല. വെള്ളയും അല്ല അല്ലേ, വെള്ള ഷർട്ട് ഇട്ടാ ജയിൽ പുള്ളിയാവോ? രാഷ്ട്രീയക്കാര് മൊത്തം വെള്ള ഷർട്ടല്ലേ? ബെസ്റ്റ് ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഒരു ക്യാമ്പസ് സാധനം എവിടേക്ക്? ഞാൻ ക്യാമ്പസ് സ്റ്റുഡന്റ് ആയിട്ടാണ്. സാംബുട്ടി എന്നാണ് പേര്, സാംബോയ് എന്നാണ് അറിയപ്പെടുന്നത്. കോളേജിലെ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ബോയ്. കുറച്ച് തല്ലും അവന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ അതാണ് അതിരടി. അപ്പോൾ ഇതൊരു ക്യാമ്പസ് സിനിമയാണ് ബേസിക്കലി. ക്യാമ്പസ് കംപ്ലീറ്റ്ലി ആ കോളേജിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ലൈക്ക് ത്രൂ ഔട്ട് ദ ഫിലിം ക്യാമ്പസ് സിനിമ തന്നെയാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് മൊത്തം ഓൾമോസ്റ്റ് ഒരു 80% സിനിമ നടക്കുന്നത് കോളേജിൽ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ് പറയുന്ന, കോളേജ് ഫെസ്റ്റ് എന്നൊക്കെ പറയണ പോലത്തെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലൈക്ക് ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആണ് ആക്ച്വലി. ലൈക്ക് പ്രോപ്പർ കളർഫുൾ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഈ പടം ഒന്ന് വരാൻ. പടം വന്നിട്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ വന്നേക്കാം. പിന്നെ നമ്മൾ പൊളിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയും മറ്റേ ഡയലോഗ്. എങ്ങനെ സാധിക്കുന്നത്? സോറി, എനിക്കാണെങ്കിൽ എല്ലാത്തിനും ചിരി വരുന്നില്ല. മുഖത്ത് നോക്കിയാ അങ്ങനെ പറഞ്ഞല്ല. ഇവിടെ ഒരാളെത്തിയിട്ടുണ്ട്. ചെറിയൊരു പടം ചെയ്തിട്ടുണ്ട്. അന്നേ ഏക്ക് മൂവി കിയാ ഹൈ. പ്രൊഡ്യൂസർ ആണ്, വെയിറ്റേജ് ഉണ്ടെന്നൊക്കെ പറയണു. ഞാനും എക്സിക്യൂട്ടീവ് മെയിൻ ഞാനാണ്. മറ്റേ ബേസിൽ എന്റർടൈൻമെന്റ്സ് ആണെങ്കിലും നമ്മൾ അങ്ങനെ പക്ഷേ ടോവിനോ തോമസ് ഉണ്ട്. ഓക്കെ, വില്ലന്റെ മെയിൻ ഞാൻ. കാര്യം വില്ലനാണ് കൂട്ടത്തിൽ നല്ലത്. അപ്പൊ പറഞ്ഞു അവൻ വില്ലനാണെന്ന് തുറന്നു പറഞ്ഞു. ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സോറി, അപ്പൊ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ കൂടിക്കൂടി ഇതിപ്പോ 2020 ആവൂ. ഇതിലിപ്പോ ഇനി നമുക്ക് ഒരുമ കാണിക്കാൻ പറ്റൂല. അതെ അതെ. 3 കസേരയായി. ഇവരോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇത് പക്ഷെ കണ്ട ഒരു പ്ലാന്റ് പോലെ ലില്ലിക്ക് ഞാൻ ലില്ലി കയ്യിൽ പോയിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ രണ്ടുപേരോടുള്ള രണ്ടുപേരോട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇവര് ഷാൻ റഹ്മാനെ പറ്റിയൊക്കെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോ തൊട്ട് തുടങ്ങിയത് അപമാനം. എല്ലാവർക്കും എന്താ പറ്റിയേ? അൺഎക്സ്പെക്ടഡ്. ഇരിക്കാനും ഒരു സ്ഥലമില്ല. സ്ഥലമുണ്ട്, കുഴപ്പമില്ല. സന്തോഷായില്ലേ? ഓക്കെ, ആ ഒരു ഫ്ലോയിൽ 4 കസേര ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ തീർച്ചയായും ഓക്കെ, പക്ഷെ എല്ലാം സില്ലി അല്ല. ഇപ്പൊ എടുക്കണേ.
നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം കാണുന്ന ഓട്ടോന്റെ പുറകിലൊക്കെ എഴുതിക്കോ. ഇതുപോലത്തെ വൃത്തികെട്ട കോമഡി ഒരിക്കലും ആരും പറയരുത്. സാരില്ല, it's okay. ഒരു ദംഷറാട്സ് കളിക്കാം. ഓക്കെ, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാം ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുത്തു. അവിടെ പോയി നിന്നിട്ടല്ലേ കണ്ട അപ്പൊ എന്നാ ലില്ലിയും കൂടെ ജോയിൻ ചെയ്യണം. ലില്ലിക്ക് അറിയാലോ ഏതാ സിനിമ ഇല്ല, ലില്ലിക്ക് അറിയില്ല. ഞാൻ ആക്ട് ചെയ്യാം. മാത്രം പക്ഷെ ലില്ലി ഉത്തരം പറയണ്ട. അങ്ങനെ ഈഗോ. Time starts now. എടാ, time starts now. അത് മിണ്ടാതിരി. അവൻ സംവിധാനം ചെയ്ത സിനിമ. എന്റെ കൈവെട്ടി കളഞ്ഞു. എടാ മെല്ലെ. ഇവൻ ഡയറക്ട് ചെയ്താണോ അഭിനയിച്ചാണോ? ഡയറക്ട് ചെയ്തു. അഭിനയിച്ചു. തണ്ണീർമത്തൻ സിനിമ. Man. കറക്റ്റ് ആയിരുന്നു. പേടിച്ചു പോകല്ലോ. എടുത്തിട്ട് ഓ, എന്റെ സീറ്റ് മാറിയിട്ട് പറഞ്ഞെടുത്തോളെ. നോക്കട്ടെ. ലില്ലി ഇവിടെ ഇരി. തണ്ണീർ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അടുത്ത പടം സീരിയസ്. ഇത് നീ പറഞ്ഞു തന്നെ. തണ്ണീർമത്തൻ സിനിമ. അല്ലല്ല. ഇതെങ്ങനെ ഞാൻ കാണിക്കും? സെക്കൻഡേ ഉള്ളൂ. അഭിനയിച്ചതാണോ? ഇവന് ഉണ്ടോ? പഴയ സിനിമ. നീളം. സുഗമോ ദേവി, അനിയത്തി പ്രാവ്, കുഞ്ചൊക്കെ പോകും. ക്ലാസ്മേറ്റ്സ്. എന്താ അത്? പ്രണയവർണ്ണങ്ങൾ. പ്രണയവർണ്ണം കാണിക്കാനാണോ ഇത്ര പാട്? പ്രണയം വർണ്ണം. എടാ ഇങ്ങനെ കാണിക്കും. ആ എല്ലാവും. അപ്പൊ ഹൃദയായി പോയാലോ എന്ന് വെച്ചിട്ട്. അതല്ല വിനീതേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമ എല്ലാം ആദ്യമേ ഉത്തരം പറഞ്ഞല്ലോ. ആണോ? സോറി, മറന്നുപോയി. ലില്ലിക്ക് ഇതൊന്നും പറഞ്ഞു. ക്ഷമിക്കണം. ഒരു 4 സെക്കൻഡ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒപ്പിച്ചേനെ. എന്നാ പിന്നെ ഒരെണ്ണം ആ, ജയിക്കാനായി ഒരെണ്ണം. എന്റെ മുഖമൊക്കെ കണ്ടിട്ട് ഗസ് ചെയ്യണം. ഞാൻ ഈ ഗെയിമിൽ വളരെ മോശം. ഇതിലെങ്കിലും തെറ്റാതെ കണ്ടുപിടിക്കണം. ഓക്കെ. യെസ്. ഐസ്. ലോളിപോപ്പ്. ചോക്ലേറ്റ്. ഭയങ്കര ക്വിക്ക് ആയിട്ട് ആൻസർ ചെയ്തു. അതാ പിന്നെ നിഷാന്ത് ചേട്ടൻ. ഞാനിത് ലില്ലി ഇവിടെ ഇരിക്കലാണല്ലോ. എന്തിനാ ലില്ലി ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയിരിക്കുന്നത്? ലില്ലിക്ക് അവിടെ ഞാൻ മാറിയിരുന്നൂടെ? ഞാനിനി എല്ലാ കോമഡിക്കും ചിരിക്കാം. ഓക്കെ. ബുക്ക് തുറന്നു. ബുക്ക് നോട്ട്ബുക്ക്. നമ്മൾ ഭയങ്കര കുറച്ച് സിമ്പിൾ ആയി പോയെന്ന് തോന്നുന്നു. വിനീതേട്ടൻ തോറ്റു. അവനെപ്പോഴും തോന്നും.